23/12/2022 അന്ന് പാക്ക് ചെയ്ത് വെച്ചിരുന്ന വെളിച്ചെണ്ണയാണ്. അന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇത് അലമാരിയിൽ ഇരുന്ന് എന്തുകൊണ്ട് ചളുങ്ങിയിട്ടൊക്കെ ഉണ്ട് കുപ്പി. അപ്പോൾ ഈ 23/12/2023 പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. 23/12/2019 ഞാൻ മില്ല് തുടങ്ങുന്നത്. അതായത് ഇന്നത്തേക്ക് കൃത്യം 5 വർഷമായി മില്ല് തുടങ്ങിയിട്ട്. ഞങ്ങളുണ്ടാക്കുന്ന റോസ്റ്റഡ് വെളിച്ചെണ്ണ അന്നും ഒരു ബോട്ടിൽ ഫില്ല് ചെയ്ത് വെച്ചിരുന്നു. അത് 1 വർഷത്തിന് ശേഷം എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ യാതൊരു കേടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ 2 വർഷമായ റോസ്റ്റഡ് വെളിച്ചെണ്ണയാണ്. ഈ റോസ്റ്റഡ് വെളിച്ചെണ്ണ ഞാൻ തുറന്നു നോക്കി. ഇതിന് യാതൊരു കംപ്ലൈൻറ്റും തന്നില്ല. ഫ്രഷ്നെസ്സിന് ഒരു കുറവില്ല, മണത്തിന് പോലും ഒരു മാറ്റം വന്നിട്ടില്ല. ഇത് ഒട്ടും എയർ കയറാതെയാണ് പാക്ക് ചെയ്ത് വെച്ചിരുന്നത്. ഈ ഓക്സിജൻ കയറുമ്പോഴാണ് വെളിച്ചെണ്ണ കേടാവുന്നത്. ഇനി ഇത് നാട്ടുകാരെ കൊണ്ട് മണപ്പിച്ചിട്ട് നാട്ടുകാരുടെ അഭിപ്രായം കേട്ടാലേ വിശ്വസിക്കൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. എനിക്കിപ്പോൾ വലിയ നിർബന്ധമൊന്നുമില്ല, പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇനി ഇങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് കൊപ്ര പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണുക. വെളിച്ചെണ്ണ കേടുകൂടാതിരിക്കാൻ കുറുക്കുവഴികളൊന്നുമില്ല. അതിന് കൊപ്ര നല്ല ഡ്രൈ ആയിരിക്കണം. കൊപ്രയിൽ ഫംഗസ് ഉണ്ടാകരുത്, കൊപ്രയ്ക്ക് പഴക്കം ഉണ്ടാകരുത്. ഇത് രാജാപ്പൂരി കൊപ്രയാണ്. പലരും വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കുമ്പോൾ കേട് കൊപ്രയൊക്കെ മാറ്റിയിട്ട് നല്ലത് മാത്രം കാണിക്കും. ഇത് പണിക്കാർ ഇട്ടുകൊണ്ടിരിക്കുന്ന കൊപ്രയാണ്. ഇതിനകത്ത് ഒറ്റ പീസിൽ പോലും ഫംഗസ് ഉണ്ടാവില്ല. ഫംഗസ് ഉള്ള കൊപ്ര ഞങ്ങൾ ആട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ വെളിച്ചെണ്ണ ഇത്ര നാളും കേടുകൂടാതിരിക്കുന്നത്.